കൊച്ചിയിലെ തുരുത്തി ഇരട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം. പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കാൻ സർക്കാരും കൊച്ചി കോർപ്പറേഷനും ശ്രമിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. പദ്ധതിക്ക് തുടക്കമിട്ടതും എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതും UDF ആണെന്നും ഷിയാസ് വിമർശിക്കുന്നു. രാജീവ് ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി 394 കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചേരി നിർമ്മാർജ്ജന പദ്ധതി അതിന്റെ പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും നിലവിലെ കൊച്ചിൻ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത് UDFന്റെ നേതൃത്വത്തിലാണ്. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളിലും എക്കാലത്തും എതിര് നിന്നിട്ടുള്ള ആളുകളാണ് CPMഉം ഇടതുപക്ഷവും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയാലും കൊച്ചി മെട്രോ ആയാലും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമായാലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ആളുകൾ പിന്നീട് തങ്ങളുടെ കാലഘട്ടത്തിൽ ആ പദ്ധതികളുടെ പൂർത്തീകരണം ഏതെല്ലാം സമയത്ത് നടന്നിട്ടുണ്ടോ യാതൊരു രീതിയിലും മുൻകാലങ്ങളിലെടുത്ത തീരുമാനങ്ങൾ അതൊന്നും പറയാതെ ആ പദ്ധതിയുടെ നടത്തിപ്പ് പരിപൂർണമായി ഏറ്റെടുക്കുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അലി അക്ബർ ഷാ എത്തുന്നു നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. ഗംഭീര ഫ്ളാറ്റ് സമുച്ചയമാണ്. നമ്മൾ അതിന്റെ കാഴ്ചകളൊക്കെ ഇന്നലെ ഷാബാസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ക്രെഡിറ്റിനെ ചൊല്ലി എന്താണ് അവിടെ ഉയരുന്ന തർക്കം? ആ തർക്കത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? സുജയ, ഗുഡ് ഈവനിംഗ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ 394 കുടുംബങ്ങൾക്കൊരു പുതിയ ജീവിത സാഹചര്യം ഒരുക്കുന്ന ഈ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം സർക്കാർ വലിയ അഭിമാനത്തോടുകൂടി, കൊച്ചി കോർപ്പറേഷൻ വലിയ അഭിമാനത്തോടുകൂടിയായിരുന്നു ഈ തുരുത്തിയിലെ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയ പദ്ധതി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ഇന്ന് അതിന്റെ ഉദ്ഘാടനം വൈകിട്ട് 5 മണിയോടുകൂടി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് UDF രംഗത്തെത്തുന്നത്, കോൺഗ്രസ് രംഗത്തെത്തുന്നത്. വിഷയം ഒരു തർക്കത്തിലേക്ക് കടക്കുന്നത്. കാരണം 2013 ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിന്റെ പൂർണ്ണമായ തുടക്കക്കാർ അത് UDF ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് DCC പ്രസിഡന്റ്. നമ്മളിപ്പോൾ മേയറെ വിളിച്ചു. മേയർ പറയുന്നത് എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, പദ്ധതി പൂർത്തിയായല്ലോ. പദ്ധതി തുടങ്ങുന്നതും പൂർത്തീകരിക്കുന്നതും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളാകുന്നതിന് ഒപ്പം തന്നെ നമ്മൾ കേൾക്കാറുള്ള വിവാദങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാവുന്നതാണോ ഈ തുരുത്തിയും ഇപ്പോൾ? സുജയ, തീർച്ചയായും ഇത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന് അരമണിക്കൂർ മുൻപാണ് ഈ നിലയിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അവർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: 2013 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുന്നത്. അന്ന് തൊട്ട് അതിന്റെ എല്ലാ മുൻകൈയെടുത്ത് മുന്നിൽ നിന്നതും UDF ആയിരുന്നു, കോൺഗ്രസ് നേതൃത്വമായിരുന്നു. ആ സമയത്ത് മേയറായിരുന്ന ടോണി ചെമ്മണിയും അതുപോലെ തന്നെ സൗമിനി ജെയിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞു വെച്ചത് അന്ന് ആ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അന്നത്തെ മേയർ സൗമിനി ജെയിനെതിരെ ഈ പറഞ്ഞതുപോലെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരികയും ചെയ്ത ആളുകളാണ് CPMകാർ. എന്നിട്ട് ഇന്ന് CPMകാർ വലിയ അഭിമാനത്തോടു കൂടി ആ പദ്ധതി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അതിൽ മാപ്പ് പറയണം, അന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിൽ മാപ്പ് പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ CPM നടത്തിയ ഈ ആരോപണങ്ങൾ, ഉയർത്തിയ ആരോപണങ്ങൾ, അവർ നടത്തിയ പ്രതിഷേധങ്ങൾ, അത് കാരണമാണ് ഈ പദ്ധതി ഇത്രയും വൈകിയത്. ഇല്ലായിരുന്നെങ്കിൽ 1 വർഷം മുൻപ് തന്നെ ഈ പദ്ധതി സമർപ്പിച്ച് ജനങ്ങൾക്ക് ഇതിന്റെ ഉപകാരം ലഭിച്ചിരുന്നേനെ എന്നും അവർ പറഞ്ഞു വെക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെച്ചത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെയും അതുപോലെ കൊച്ചി മെട്രോയുടെയും കൊച്ചി വിമാനത്താവളത്തിന്റെയും ഉൾപ്പെടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയവരാണ് CPMകാർ. അതുകൊണ്ട് അവരിതും തുടരുന്നു എന്ന നിലയിലുള്ള പ്രതികരണം, ആ നിലയിലുള്ള ഒരു പരാമർശമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പറഞ്ഞു വെച്ചത്. എന്തായാലും ആ ഫ്ളാറ്റ് സമുച്ചയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. കാരണം മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെങ്കിലും വരുമ്പോൾ ചേരികൾ കെട്ടിത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി അവിടെ താമസിച്ചിരുന്ന മനുഷ്യർക്ക് എത്രയോ മികച്ച സൗകര്യത്തിലേക്കുള്ള ജീവിത കെട്ടിട സമുച്ചയം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ തർക്കങ്ങൾ മാറ്റിവെച്ച് കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നാട് എത്ര നന്നാകും.